എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ചില പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ അവലംബിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രഹനില നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിയുടെ വിദ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ബാല്യകാലം, അപ്പോൾ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിനെ പറ്റി നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു രീതി, ആ കുട്ടിയുടെ ഗ്രഹനില പ്രകാരം വിദ്യയ്ക്ക് തടസ്സമുണ്ടോ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുകളുണ്ടോ, അപ്പോൾ അതായിരിക്കുമല്ലോ നമ്മുടെ ശ്രദ്ധ. പിന്നെ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി, ഇതെല്ലാം നമ്മൾ ചിന്തിക്കും. ഇത് കഴിഞ്ഞ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ആ കുട്ടിയുടെ ഒരു വിവാഹം, ആ കുട്ടിയുടെ വിവാഹം ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുട്ടിയുടെ ആദ്യം ആ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം, ആ കുട്ടിയുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയകൾ, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, നല്ല രീതിയിൽ നടക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ആ കുട്ടി വളർന്നു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നു. ആ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചതിന് ശേഷം അതിനു മുന്നേ തന്നെ നമ്മൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഈ കുട്ടിക്കൊരു ജോലി, അപ്പോൾ ആ കുട്ടിയുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹനില നമ്മൾ പഠിക്കുക. ആ കുട്ടിക്ക് ജോലിയായി കഴിഞ്ഞാൽ പിന്നെന്താണ് വേണ്ടത്? ആ കുട്ടിയുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തിയാവുക. അപ്പോൾ അതിനെന്താണ്? ജോലിയായി കഴിഞ്ഞാൽ വരുമാനങ്ങളുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ കുട്ടി സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ ഒരു ഗ്രഹം, അല്ലെങ്കിൽ ഒരു ഭവനം, അതിനെപ്പറ്റി ചിന്തിക്കുക. അതിന് യോഗം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ വിവാഹത്തിനെ പറ്റി മാതാപിതാക്കൾ ചിന്തിക്കുക. അപ്പോൾ ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആ ജാതകത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞിട്ട് അതിന് വേണ്ട പരിഹാരക്രിയകൾ ചെയ്യുക. അതിനുശേഷം പിന്നീട് ആ കുട്ടിയുടെ നല്ല രീതിയിലുള്ള ജീവിതം, അതായത് പരിവാരത്തോട്, ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ. അപ്പോൾ ആ കുട്ടികളുണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ ആ വ്യക്തി, അല്ലെങ്കിൽ ആ സ്ത്രീ, അല്ലെങ്കിൽ ആ പുരുഷൻ, അവരുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്താനങ്ങൾ, യോഗം, സന്താനഭാഗ്യം, അതിനെപ്പറ്റി പഠിക്കുക. അപ്പം ആ സന്താനങ്ങൾക്ക് ആ സന്താനഭാവം ജാതകത്തിൽ നോക്കിയിട്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ സന്താനഭാവം നമ്മൾ പഠിച്ചിട്ട് അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ അവരുടെ തന്നെ ജാതകത്തിൽ നമ്മൾ നോക്കിയിട്ട് അത് മനസ്സിലാക്കി, ഇതെല്ലാം കഴിഞ്ഞ് ആ രീതിയിൽ നല്ല രീതിയിലൊരു ലൈഫ്, ഒരു കുടുംബജീവിതം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നീടാണ് നമ്മൾ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം പിന്നെന്താണ് നമ്മൾ സ്വയം നമ്മളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്ന നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ ശാരീരിക സ്ഥിതിയും. അതുവരെ ഒരു ജീവിതം പടുത്തു കെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പടുത്തുയർത്താൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലായിരിക്കും മനുഷ്യർ. അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക, നമ്മുടെ 8ാം ഭാവം, അഷ്ടമഭാവത്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് ഞാനിവിടെ അവലംബിച്ചിരിക്കുന്നത്. എൻ്റെ രീതി അതാണ്. ഒരു ജാതകം എടുത്താൽ നമ്മൾ കുട്ടികളുടെ കാലം മുതൽ ഒരു കുട്ടിയെ കൊണ്ട് ചിന്തിച്ചിട്ട് അവർ വാർദ്ധക്യം വരെ എത്തുന്ന രീതിയിലുള്ള
ഇതിനിടയ്ക്ക് വരുന്ന ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടോ, അവർക്ക് വീട്, വാഹനം, മംഗല്യം, ഇതെല്ലാം ഉണ്ടോ? ഇതെല്ലാം നമ്മളൊരു ഗ്രഹനില ആസ്പദമാക്കിയിട്ട് അങ്ങനെ നമ്മൾ പോകുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഒരു പഠനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ആദ്യം ഇതിനോടനുബന്ധമായിട്ട് അപ്പം ഞാൻ തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ ഗ്രഹനിലയെക്കുറിച്ചാണ്. ഒരു കുട്ടി ജനിച്ച് വിദ്യാഭ്യാസം തുടങ്ങി ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ആ സമയത്ത് ആ കുട്ടിയുടെ ഗ്രഹനില പഠിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനില എന്ന് പറയുമ്പം നമ്മൾ പിന്നെ ഓരോ ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിയുടെ ലഗ്നം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരീരം, തനുഭാവം, അവനവനെ കുറിച്ച് പറയാനുള്ള ഭാവമാണ്, അത് ലഗ്നഭാവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിത്യൻ, സൂര്യനെ കൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് അതിൻ്റെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ വിദ്യ, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ വിദ്യയെ കൊണ്ടാണ്. എന്നാൽ ധനം വേണം, രണ്ടാം ഭാവം ധനം തന്നെയാണ്. മാതാപിതാക്കൾക്ക് ധനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഗ്രഹനെ നോക്കിയിട്ട്. അപ്പം ധനം വിദ്യയാണ്. അതിൻ്റെ കാരകൻ ഗുരുവും ബുധനുമാണ്. എന്നുവെച്ചാൽ ധനത്തിനെ കൊണ്ട് നമ്മൾ ആ ഭാവത്തിനെ ചിന്തിച്ച് പഠിക്കുമ്പോൾ വ്യാഴത്തിനെ കൊണ്ടും, എന്നാൽ വിദ്യയെ കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ബുധനെ കൊണ്ട്. അപ്പോൾ ഈ ബുധനെ കൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഹോദരൻ, അത് ചൊവ്വയെ കൊണ്ടാണ്. ആ കുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വയെ കൊണ്ട് നമ്മൾ ആ കുട്ടിയുടെ സഹോദരനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലാം ഭാവം കൊണ്ട് മാതാവ്, അതായത് ഗ്രഹം നാലാം ഭാവം തന്നെയാണ്. നാലാം ഭാവം തന്നെയാണ് വാഹനം പറയുമ്പോൾ നമ്മൾ ശുക്രനെ കൊണ്ട്. അപ്പോൾ നാലാം ഭാവത്തിനെ കൊണ്ട് അമ്മാവൻ, വാഹനം, ഗ്രഹം, മാതാവ്, മാതുലയൻ, ഇതെല്ലാം നമ്മൾ നാലാം ഭാവം. ആ കുട്ടിയുടെ ജാതകത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഞ്ചാം ഭാവം എന്ന് പറയുമ്പം സന്താനമാണ്. പക്ഷേ ആ കുട്ടിയുടേതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുമ്പോൾ നാലാം ഭാവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുട്ടിയുടെ ചിന്തിക്കേണ്ടത് എന്താണ്? വിവാഹമാണ്. അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏഴാം ഭാവത്തിനെ കൊണ്ട്, ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആ കുട്ടിയുടെ ആയുസ്സും ആരോഗ്യം, ശാരീരിക ഹെൽത്തിനെ പറ്റി, ശാരീരികമായിട്ടുള്ള ബലവും ആരോഗ്യസ്ഥിതിയും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാം. ആ കുട്ടിയുടെ ആയുസ്സും ആരോഗ്യം അത് ശനിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ചിന്തിക്കാം. ഒൻപതാം ഭാവം കൊണ്ട് പിതാവിനെ കൊണ്ട് ചിന്തിക്കാം. അതിൻ്റെ കാരകൻ ആദിത്യനും സൂര്യനുമാണ്. ഭാഗ്യത്തിൻ്റെ ഗുരുവും പിതാവിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ സൂര്യൻ ആദിത്യനെ കൊണ്ടാണ്. കർമ്മഭാവം പത്താം ഭാവത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. സൂര്യനും ബുധനും ശനിയാണ്. കർമ്മഭാവം തൊഴിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. പിന്നെ 11ാം ഭാവം ലാഭം, വരവൊക്കെയാണ്, അതിൻ്റെ ഗുരുവാണ്. 12ാം ഭാവം നഷ്ടം, മോക്ഷം, അത് ശനിയാണ്. പിന്നെ ആ പൃഷ്ടാവിൻ്റെ, അല്ലെ ആ കുട്ടി വളർന്നു, ആ കുട്ടിയുടെ വിവാഹം എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ കുട്ടിയുടെ ഭാവത്തിനെ കൊണ്ട് എവിടെ കൊണ്ട് ചിന്തിക്കണം? 5ാം ഭാവം സന്താനത്തിനെ കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പൃഷ്ടാവ്, അല്ലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഗ്രഹനില നോക്കിയിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട ഒരു പ്രവണത എങ്ങനെയായിരിക്കണം? നമ്മളൊരു മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം നമ്മളൊരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ചും ആ ജാതകത്തിനെക്കുറിച്ചും ചിന്തിക്കേണ്ടത്? പിന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം 2ാം ഭാവം കൊണ്ട് നമ്മൾ, അപ്പോൾ 2ാം ഭാവം ഞാൻ പറഞ്ഞു ഗുരുവും ബുധനുമാണ്. അപ്പോൾ ഈ ഗുരു ബുധനും ഏതെങ്കിലും അനിഷ്ട സ്ഥാനങ്ങളിൽ ആണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്? അപ്പം ഇപ്പം തന്നെ ബുധൻ, 2ാം ഭാവാധിപതിയാവുന്ന ബുധൻ അഷ്ടമത്തിൽ, ഇപ്പോൾ 8ൽ പോയി നിന്നാൽ ആ കുട്ടിയുടെ 2ാം ഭാവത്തിൽ ബുദ്ധിമുട്ടാണ്, വിദ്യാഭ്യാസത്തിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ ഗുരുവോ ബുധനോ പോയിട്ട് ഈ ബുധൻ്റെയും ഗുരുവിൻ്റെയും ശത്രുക്ഷേത്രത്തിലോ നീചക്ഷേത്രത്തിലോ പോയി നിൽക്കുകയാണ് ഈ 2ാം ഭാവാധിപതി. 2ാം ഭാവം ഇപ്പം നമ്മൾ കന്നി രാശിയോ
അല്ലെങ്കിൽ മിഥുനം രാശിയായിട്ടോ അല്ലെങ്കിൽ രണ്ടാം ഭാവം ധനു രാശിയായിട്ടോ മീനം രാശിയായിട്ടോ വരിക. ശുഭന്മാരുടെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ രാശികൾ നമുക്ക് രണ്ടാം ഭാവം ധനഭാവമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭാവമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ ജാതകം എടുത്ത് നോക്കിയാൽ ആ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രവണത, ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ രണ്ടാം ഭാവാധിപതി 9-ൽ ശുഭഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ, അതായത് മേടം രാശിയല്ല, അതായത് ഇടവം ശുക്രൻ്റെ രാശി, മിഥുനം ബുധൻ്റെ രാശി, കർക്കിടകം ചന്ദ്രൻ്റെ രാശി, പിന്നെ കന്നി ബുധൻ്റെ രാശി, തുലാം ശുക്രൻ്റെ രാശി, ധനു വ്യാഴത്തിൻ്റെ രാശി. ഇങ്ങനെയൊക്കെയുള്ള സൽഭാവങ്ങളിൽ നിന്നാൽ തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഗ്രഹങ്ങൾ എൻ്റെ കുട്ടിയുടെ ജാതകത്തിൽ ഈ വിദ്യയുടെ കാരകനാകുന്ന അല്ലെങ്കിൽ വിദ്യയുടെ ഭാവാധിപതിയാവുന്ന ഗ്രഹം ഇന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇന്ന രാശിയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിക്ക് ഗുണമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ ഭാഗ്യം, ധനം ഇതൊക്കെ വരുമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ സപ്പോസ് ഇപ്പം രണ്ടാം ഭാവാധിപതി ഇപ്പോൾ സൂര്യനാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ നിന്നിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളത്, അപ്പോൾ ആ രണ്ടാം ഭാവത്തിലോട്ട് ഇപ്പോൾ സപ്പോസ് സൂര്യൻ ആണ് രണ്ടാം ഭാവാധിപതി അല്ലെങ്കിൽ ആ രണ്ടാം ഭാവത്തിൻ്റെ ഗ്രഹത്തിൻ്റെ ആ അടിസ്ഥാന ഗ്രഹം സൂര്യനാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ സൂര്യൻ എപ്പോഴും 7-ലേക്കായിരിക്കും ദൃഷ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2-ൽ, അപ്പോൾ 9-ൽ നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി 2-ലോട്ടുണ്ട്, രണ്ടാം ഭാവാധിപതിയാണ്. ഇപ്പോൾ ചന്ദ്രനാണെങ്കിൽ 7 പ്രഥമ ദൃഷ്ടി, സൂര്യന് പ്രഥമ ദൃഷ്ടി മാതിരി തന്നെ ചന്ദ്രന് 7, ശുക്രനും 7 തന്നെയാണ്, ബുധനും 7 തന്നെയാണ്. എന്നാൽ ചൊവ്വായ്ക്ക് പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ ദൃഷ്ടിബലം എന്ന് പറയുന്നത് 4, 7, 8-ലേക്കാണ് ചൊവ്വയുടെ ദൃഷ്ടി. അതുപോലെ തന്നെ വ്യാഴം 5, 7, 9-ലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. ശനിക്ക് ആണെങ്കിൽ 3, 7, 10 ശനിയുടെ ദൃഷ്ടി. രാഹുവിനാണെങ്കിൽ 5, 7, 9 ദൃഷ്ടി. അപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നിതിൽ ഈ ബുധൻ രണ്ടാം ഭാവത്തിനെ കൊണ്ടും അതുപോലെ ലഗ്നഭാവത്തിനെ കൊണ്ട് ധനുഭാവത്തിനെ കൊണ്ട്, അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടിയുടെ സ്വന്തം ശരീരം അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ബലം അല്ലെങ്കിൽ ആ ശരീരത്തിന് വരാവുന്ന രോഗ ദുരിതങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്നഭാവം ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിലും പ്രാധാന്യം നമുക്ക് കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യയാണ് രണ്ടാം ഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കുട്ടി ബാല്യം അത് വിദ്യയാണ്, വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് പിന്നെ ഓരോ അടുത്ത സ്റ്റെപ്പുകൾ, അടുത്ത ഘട്ടമായിട്ട് എന്താണ്, അങ്ങനെ അവസാനം പ്രായമാവുന്നവരെ ഉള്ള ഒരു രീതിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ലഗ്നത്തിനെക്കുറിച്ചും രണ്ടാം ഭാവത്തിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചുമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഈ കുട്ടിയുടെ രണ്ടാം ഭാവം ഇപ്പം ഏത് ഭാവം ഏത് രാശിയാണോ വന്നതുകൂടി ഞാൻ ഇതിലെല്ലാത്തിലും ഇതിന് ബാധകമാണ്. ഇപ്പോൾ രണ്ടാം വിദ്യ പറഞ്ഞാലും നമുക്ക് ഒരു മനുഷ്യനല്ലേ, ഒരു കൃഷ്ണാവിനല്ലേ, ഒരു ജാതകന് വേണ്ട എല്ലാ സൽഗുണങ്ങളും എല്ലാ ഭാവങ്ങളും ഫലങ്ങളും, അതായത് സൗഭാഗ്യങ്ങളും വന്നു ഭവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ശുഭമായിട്ടുള്ള അല്ലെങ്കിൽ ശുഭദാതാവാകുന്ന ഗ്രഹങ്ങൾ അതിൻ്റെ ദേവതകളൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ്, കുട്ടിയുടെ ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടിയെക്കുറിച്ചാണ് ഒരു വിദ്യാർത്ഥി, ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സൂര്യൻ നിൽക്കുന്നത്, സൂര്യൻ്റെ സ്വന്തം രാശി ചിങ്ങം രാശിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂര്യൻ്റെ ഉച്ചരാശിയായിട്ട് വരുന്നത് മേടമാണ്. സൂര്യൻ്റെ നീചരാശി തുലാം രാശിയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വന്തം രാശി കർക്കിടകമാണ്. ഉച്ചരാശി ഇടവുമാണ്. നീചരാശി വൃശ്ചികമാണ്. അതുപോലെ ചൊവ്വയുടെ സ്വന്തം രാശികൾ മേടവും വൃശ്ചികവുമാണ്. ഉച്ചരാശി
മകരമാണ്, നീചരാശി കർക്കിടകമാണ്. ബുധൻ്റെ സ്വന്തം രാശി മിഥുനവും കന്നിയാണ്, കന്നി തന്നെയാണ് ഉച്ചരാശി. മീനമാണെങ്കിൽ നീചരാശിയാണ്. അതുപോലെ ഗുരുവിൻ്റെ ധനുവും മീനവുമാണ് സ്വന്തം രാശി. ഉച്ചരാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ്. നീചരാശി എന്ന് പറയുമ്പോൾ മകരം രാശിയാണ്. അതുപോലെ ശുക്രൻ്റെ തുലാമും ഇടവും രാശിയാണ് സ്വന്തം രാശി. അത് ഉച്ചരാശി എന്ന് പറയുമ്പോൾ മീനം രാശിയാണ്. കന്നി രാശി ശുക്രൻ്റെ നീചരാശിയാണ്. അതോടൊപ്പം തന്നെ ശനിയുടെ മകരവും കുംഭവുമാണ് സ്വന്തം രാശി. തുലാം രാശി ഉച്ചരാശിയാണ്. നീചരാശി എന്ന് പറയുമ്പോൾ മേടം രാശിയാണ്. രാഹുവിൻ്റെ സ്വന്തം രാശി കന്നിയാണ്. ഉച്ചരാശി മിഥുനമാണ്. അത് ധനു നീചരാശിയാണ്. കേതുവിന് മീനവും മേടവും സ്വന്തം ക്ഷേത്രമായിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കുട്ടികളുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രാശികളും ബന്ധങ്ങളും ആ രാശിയിലെ ആ രാശിയുടെ അടിസ്ഥാന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഗ്രഹനില എടുത്ത് നോക്കി വിദ്യയെക്കുറിച്ച് നോക്കിയിട്ട് അതിൽ എവിടെയാണ് പോരായ്മകൾ അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരം കാണാൻ ഏത് ഗ്രഹത്തിനെയാണ് നമ്മൾ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ഭാവത്തിൽ ദോഷം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രഹമാണ് മൗഢ്യം, ഏത് ഗ്രഹമാണ് നീചം, ഏത് ഗ്രഹമാണ് സ്വന്തമായിട്ട് നിൽക്കുന്നത്, സ്വസ്ഥനായിട്ട് നിൽക്കുന്നത്, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ പറയുന്നത്. അടുത്തത് ഈ പൃഷ്ടാവിൻ്റെ തന്നെ അല്ലേ ഇതുപോലുള്ള അതേ ഒരു സെയിം പൃഷ്ടാവിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്. അതായത് നമ്മൾ അതപ്പം തൊഴിലായിരിക്കും. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊഴിലാണ്. അപ്പോൾ അത് അടുത്തതിൽ തൊഴിലിനെ പറ്റിയായിരിക്കും പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം.